ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്പഞ്ചാണ്, സ്ട്രോബെറി സ്പഞ്ചാണ്. അപ്പോൾ ഞാൻ ഇതിനെടുത്തേക്കുന്നത് 2 മുട്ടയും അതിലോട്ട് കുറച്ച് വൈറ്റ് വിനെഗറും, ഒരു ½ ടീസ്പൂൺ വൈറ്റ് വിനെഗറാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. ഇത് വൈറ്റ് വിനെഗർ അവസാനം ചേർക്കുന്നവർക്ക് അവസാനം ചേർക്കാം. ഞാൻ ആദ്യമേ യൂസ് ചെയ്തിരിക്കുന്ന മുട്ടയുടെ ആ ടേസ്റ്റ് വരാണ്ടിരിക്കാനാണ്. അപ്പോൾ ഞാനിത് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ വാനില എസൻസ് ഇതിൽ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ പാത്രം നല്ല ഡ്രൈ ആയിരിക്കണം. പാത്രത്തിൽ ഒരു തുള്ളി പോലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല. പിന്നെ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എഗ്ഗ് ബീറ്റ് ചെയ്യുന്ന ടൈമിൽ തന്നെ നിങ്ങൾ ഷുഗർ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് ഒരു 1/4 കപ്പ് ഷുഗറാണ്. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് ഒരു ½ kgയുടെ കേക്കാണ്. അതുകൊണ്ട് ഞാൻ 2 മുട്ടയും ഒരു 1/4 കപ്പ് ഷുഗറും എടുത്ത്. ഞാൻ അധികം മധുരം യൂസ് ചെയ്യാറില്ല കേക്കിന്. ഷുഗർ സിറപ്പും എല്ലാം കൂടെ മധുരമാവുമല്ലോ. അപ്പോൾ ഇനി പഞ്ചസാര ഇട്ട് നമുക്കിതിനെ നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റ് ചെയ്തിട്ട് ഇതുപോലൊരു ഫ്ലഫി കൺസിസ്റ്റൻസിയിലാക്കണം. ഇത്രയും ക്രീമി ആയിരിക്കണം. ഈ ഒരു സ്റ്റെപ്പിൽ വേണം നമ്മൾ ഇതിലോട്ട് ഓയിൽ ആഡ് ചെയ്യാൻ. ഓയിൽ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഒന്നുകിൽ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഈ ടേസ്റ്റ് ഇല്ലാത്ത ഓയിൽ യൂസ് ചെയ്യാൻ, ബട്ടർ അങ്ങനത്തെ ഒക്കെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഞാനൊരു 2 ടീസ്പൂൺ ഓയിലാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതിലും കൂടുതൽ നിങ്ങൾ യൂസ് ചെയ്യരുത്. അതും അല്ലാണ്ട് നിങ്ങൾ ഓയിൽ ഇട്ടിട്ട് അധികം ബീറ്റ് ചെയ്യാണ്ടിരിക്കാൻ ശ്രമിക്കുക. കാരണം അധികം ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കേക്കിൻ്റെ മേൽഭാഗം പൊട്ടിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം നമുക്കിതൊരു 2 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 2 മിനിറ്റ് ബീറ്റ് ചെയ്ത് ഇതിന് മാറ്റാം. പിന്നെ ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ പാലും അതിലോട്ട് കുറച്ച് റെഡ് കളറും, റെഡല്ല കുറച്ച് പിങ്ക് കളറാണ്, സ്ട്രോബെറി ഫോറസ്റ്റാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ അതും യൂസ് ചെയ്യാം. ഇത് ഞാനിതിൽ ചെയ്യുന്നത് എൻ്റെ വെറ്റ് ഇൻഗ്രീഡിയൻസ് സെപ്പറേറ്റും എൻ്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് സെപ്പറേറ്റുമാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ ഒരു 1/2 കപ്പ് മൈദപ്പൊടിയും ½ ടീസ്പൂൺ നമ്മുടെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒക്കെ എടുത്ത് അരിച്ചു മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം പാലിൻ്റെ കുറച്ച് മിക്സ്ചറും പിന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ് 2 പാർട്ടായിട്ടുള്ള ഒരു മിക്സ്ചർ നമുക്കിതിലിടാം. ഇതിൽ ഞാനിപ്പോൾ ½ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 കപ്പ് മൈദയാണ് എടുത്തേക്കുന്നത്. ഇത് നമുക്ക് 2 പാർട്ടായിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്ന ടൈമിൽ ശ്രദ്ധിക്കണം, നിങ്ങൾ അധികമായിട്ട് ഇളക്കരുത്. ഈ മിക്സ്ചർ ഇളക്കി കഴിഞ്ഞാൽ നമ്മളിതിൽ കയറിയിരിക്കുന്ന എയറൊക്കെ പോയി പോവും. അപ്പം നമ്മുടെ കേക്ക് നല്ല ഫ്ലഫി ആയിട്ട് വരത്തില്ല. അപ്പം നമ്മൾ ചെറുതായിട്ട് ഇതിന് ഫോൾഡ് ചെയ്തെടുക്കണം. ഞാൻ ഈ ചെയ്യുന്ന പോലെ ചെറുതായിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം. ഇത് കുറച്ച് ടൈം എടുത്ത് ചെയ്യേണ്ടി വരും. എന്നാലും കുഴപ്പമില്ല, നിങ്ങളുടെ കേക്ക് നല്ല പഞ്ഞി പോലെ കിട്ടണമെങ്കിൽ നിങ്ങൾ കുറച്ച് ടൈം എടുത്ത് ചെയ്യണം. പിന്നെ ഞാൻ എൻ്റെ വെറ്റ് ഇൻഗ്രീഡിയൻറ്റും ഡ്രൈ ഇൻഗ്രീഡിയൻറ്റും ഇൻ്റർമീഡിയറ്റ് ആയിട്ട് ചേർക്കുന്നതെന്ന് വെച്ചാൽ, കുറച്ചുകൂടെ ഇതിന് സ്മൂത്ത് കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ പാല് മൊത്തം ഒഴിക്കുമ്പോൾ ഒരു മാതിരി റണ്ണി കൺസിസ്റ്റൻസി ആയിപ്പോവും. പിന്നെ അല്ലെങ്കിൽ വെറ്റ് ആദ്യം തന്നെ ആഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ അപ്പോൾ ഒരുമാതിരി ഭയങ്കര കട്ടി കൂടിയതായിപ്പോവും. പിന്നെ പാല് കൂടെ ആഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നമ്മൾ മിക്സ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ അകത്ത് കയറിയിരിക്കുന്ന എയർ ബബിൾസൊക്കെ പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ടൈം എടുത്ത് നിങ്ങൾ ചെയ്യുക. പിന്നെ പാല് ആഡ് ചെയ്യണ്ട എന്നുള്ളവർക്ക് പാൽ ആഡ് ചെയ്യാണ്ട് തന്നെ ഇത് മാത്രം ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ചുകൂടെ തിക്കായിട്ടുള്ള ഒരു മിക്സ്ചറാണ് നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ നമ്മൾ പതുക്കെ ഇതിനെ ഫോൾഡ് ചെയ്ത് എടുക്കുക. ഇതിപ്പോൾ ഞാനിപ്പോൾ സെക്കൻഡ് പാർട്ട് ആഡ് ചെയ്യുവാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള ആ പാലിൻ്റെയും കളറിൻ്റെയും മിക്സ്ചർ കൂടെ ആഡ് ചെയ്ത് നമുക്ക് നല്ല രീതിയിലൊന്ന് ഇതിനെ ഫോൾഡ് ചെയ്തെടുക്കാം. ഫോൾഡ് ചെയ്യുമ്പോൾ ലംസ് ഇല്ലാത്ത രീതിയിൽ വേണം നിങ്ങൾ ഫോൾഡ് ചെയ്തെടുക്കാൻ. അപ്പോൾ താഴെ നിങ്ങൾ ചെയ്യുമ്പോൾ താഴേന്ന് അപ്പോഴും മേലോട്ട് ഫോൾഡ് ചെയ്തെടുക്കണം. കാരണം താഴെ എവിടെയെങ്കിലും ഈ ഡ്രൈ ആയിട്ട് കിടക്കുന്ന പൊടി ഉണ്ടാവും. നിങ്ങളുടെ മിക്സ്ചർ നല്ലപോലെ മിക്സായി കഴിഞ്ഞു എന്നറിഞ്ഞാൽ അവിടെ വെച്ച് മിക്സിങ് നിർത്തുക. ഓവർ മിക്സിങ് ചെയ്യരുത് ഒരിക്കലും. ഇതിന് ശേഷം നിങ്ങളൊന്നും ഇതിൽ ആഡ് ചെയ്യരുത്. ഇപ്പം ഞാനിത് ബേക്ക് ചെയ്യാൻ എടുത്തേക്കുന്ന ഒരു 6 ഇഞ്ചിൻ്റെ പാനാണ്. ഞാൻ ഇതിൻ്റെ സൈഡിൽ അതിനേക്കാളും കുറച്ച് പൊക്കത്തിൽ ഈ ബട്ടർ പേപ്പർ വെച്ചേക്കുന്നതെന്ന് വെച്ചാൽ, ആക്ച്വലി സൈഡിൽ ഞാൻ ബട്ടർ പേപ്പർ എന്താണ് വെച്ചേക്കുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ സൈഡിൽ ഒരു ബ്രൗൺ കളർ കാരമലൈസേഷൻ കിട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തത്. കാരണം കേക്ക് കട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു കേക്കിൻ്റെ സൈഡിലുള്ള കാരമലൈസേഷൻ കാണാൻ പറ്റും നമ്മുടെ കേക്കിൻ്റെ ഒരു ബ്രൗൺ കളറിൽ. അതപ്പോൾ കേക്ക് മുറിക്കുമ്പോൾ അല്ലെങ്കിൽ കേക്ക് കാണുമ്പോൾ നമുക്കതൊരു
കുറച്ച് ഭംഗി കുറവായിരിക്കും. അത് കളയാൻ വേണ്ടിയിട്ടാണ് സൈഡിൽ ഞാൻ ഈ ബട്ടർ പേപ്പർ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ സൈഡിൽ ബട്ടർ പേപ്പർ വെക്കുകയാണെങ്കിൽ നമുക്ക് ആ കാരമലൈസേഷൻ ഇല്ലാണ്ട് തന്നെ നല്ല രീതിയിൽ എല്ലായിടത്തും ഈവൻ കളറായിട്ട് നമുക്ക് ഇത് കിട്ടും, കേക്ക് കിട്ടും. പിന്നെ മേലെ കുറച്ച് കാരമലൈസേഷൻ ഉണ്ടാവും, അതെങ്ങനെയായാലും വരും. താഴെ ബട്ടർ പേപ്പർ ഇപ്പോൾ വെച്ചത് കാരണം ഉണ്ടാവില്ല. പക്ഷേ ബട്ടർ പേപ്പർ വെക്കാനാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ താഴെയും ഉണ്ടാവും മേലെ ഉണ്ടാവും. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് സെറേറ്റഡ് നൈഫ് യൂസ് ചെയ്തിട്ട് മാറ്റിയാൽ മതി. ഇപ്പം ഞാനിത് ഓവനിൽ വെക്കുവാണ്. ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ മറക്കരുത്. 10 മിനിറ്റ് ഓവൻ പ്രീ ഹീറ്റ് ചെയ്യുക. പിന്നെ ഞാനിതിപ്പോൾ ഒരു 20 മിനിറ്റ്സാണ് വെക്കുന്നത്. 20 മിനിറ്റ്സിൽ ആവും. അഥവാ നിങ്ങൾക്ക് 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ടും ആയില്ലെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. കണ്ടോ, നല്ല പഞ്ഞി പോലെ വന്നിട്ടുണ്ട് ഈ കേക്ക്. സ്ട്രോബെറി ഫോറസ്റ്റ് ആണ്. ഞാനൊരു 1/2 kg ആണ് ഉണ്ടാക്കുന്നത്. നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ഈ കേക്ക്. പിന്നെ എൻ്റെ നടു കുറച്ച് അമർന്നു പോയി. അത് കുഴപ്പമില്ല, ചിലപ്പോഴൊക്കെ അങ്ങനെ സംഭവിക്കും. കാരണം പെട്ടെന്ന് കറണ്ട് പോയിട്ട് വന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. പിന്നെ നല്ല ഫ്ലഫിയാണ്, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. നല്ല സ്പോഞ്ചി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ താഴത്തെ ഈ ബട്ടർ പേപ്പർ ഒന്ന് മാറ്റി കൊടുക്കാം. നല്ല കളറുണ്ടായിരുന്നു. അപ്പോൾ ഈ ഫോണിൽ ചെയ്തപ്പോൾ വീഡിയോ എടുത്തപ്പോൾ കാണാത്തതാണ് കളറ്. അത്യാവശ്യം നല്ല സ്ട്രോബെറിയുടെ കളർ തന്നെ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കേക്കിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ വാനില എസൻസിന് പകരം സ്ട്രോബെറിയുടെ ഫ്ലേവർ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ആ കേക്ക് മുറിച്ചെടുത്തിരിക്കുക, ഒരു 3 ലെയറായിട്ട് മുറിച്ചെടുത്തതാണ് ഈ കാണിക്കുന്നത്. നല്ല രീതിയിൽ നിങ്ങൾക്ക് നല്ല സ്പഞ്ചി ആയിട്ട് നല്ല കേക്ക് കിട്ടും. നിങ്ങൾ ചെയ്യുമ്പോൾ 1 കിലോ കേക്കൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിനേക്കാളും കൂടുതൽ ലെയേഴ്സ് വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം. പക്ഷേ എത്രത്തോളം ലെയേഴ്സിൻ്റെ തിക്നെസ് കൂടുന്നോ അത്രത്തോളം നല്ലതാണ് കേക്ക്. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പെർഫെക്റ്റായിട്ട് നമുക്ക് കട്ട് ചെയ്യുമ്പോൾ കാണാൻ പറ്റും. അധികം മെലിഞ്ഞ രീതിയിൽ നിങ്ങൾ എടുക്കാണ്ടിരിക്കുക സ്ലൈസസ്. ഇപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് നമുക്കിനി വിപ്പിംഗ് ക്രീം തയ്യാറാക്കാനുള്ള 1/2 കപ്പ് വിപ്പിംഗ് ക്രീമിലോട്ട് ഞാൻ കുറച്ച് സ്ട്രോബെറിയുടെ ക്രഷും കുറച്ച് റെഡ് കളറും കൂടെ ആഡ് ചെയ്യുവാണ്. സ്ട്രോബെറിയുടെ ക്രഷ് ആഡ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്ട്രോബെറി ഫോറസ്റ്റ് ആണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് സ്ട്രോബെറിയുടെ ക്രഷ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നിങ്ങൾ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ബൗൾ നിങ്ങളുടേത് ക്ലീൻ ആയിരിക്കണം. ഒരു തുള്ളി പോലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല. പിന്നെ നിങ്ങൾ വിപ്പിംഗ് ക്രീം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കുറച്ച് നേരം പുറത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ഇച്ചിരി ലൂസ് കൺസിസ്റ്റൻസിയിൽ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ അത്യാവശ്യം പെർഫെക്റ്റായിട്ട് കിട്ടുന്നുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ അതുമല്ലാണ്ട് ആദ്യത്തെ 1 മിനിറ്റ് ലോ സ്പീഡിലും പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ഓരോ മിനിറ്റും സ്പീഡ് കൂട്ടി അവസാനം ഹൈ സ്പീഡിലിട്ട് മിക്സ് ചെയ്യുക. ഇടയ്ക്ക് വെച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കാരണവശാൽ ഈ മിക്സിങ് നിർത്തേണ്ടി വന്നാൽ വീണ്ടും ഒന്നേന്ന് തുടങ്ങരുത്. എവിടെ വെച്ചാണ് നിങ്ങൾ നിർത്തിയേക്കുന്നത് ആ സ്പീഡിൽ നിന്ന് തന്നെ നിങ്ങൾ തുടങ്ങുക. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഇത് ക്രീം നല്ല രീതിയിൽ സ്റ്റിഫ് പീക്സ് കിട്ടത്തില്ല. അപ്പോൾ മാക്സിമം അതുമല്ലാണ്ട് ഈ പാത്രത്തിൻ്റെ സൈഡിലുള്ളതൊക്കെ നിങ്ങളൊരു സ്പാച്ചിൽ വെച്ച് താഴോട്ട് ഇട്ടിട്ട് ചെയ്യണം. അഥവാ അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ അഥവാ ഉണ്ടെങ്കിൽ തന്നെ, മടിയുള്ളവരുണ്ടെങ്കിൽ തന്നെ ജസ്റ്റ് പാത്രം ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി. ആ തിരിച്ചു കൊടുക്കുന്ന ടൈമിൽ നമ്മൾ ബ്ലെൻഡറിൻ്റെ ബ്ലേഡ് പാത്രത്തിൻ്റെ സൈഡിൽ കൊണ്ട് തട്ടിയാലും മതി. അപ്പോൾ ആ സൈഡിലുള്ളതൊക്കെ നമുക്ക് നല്ല രീതിയിൽ ബീറ്റായി കിട്ടും. അഥവാ ബീറ്റ് ചെയ്യാത്ത ക്രീം വല്ലതും ഉണ്ടെങ്കിൽ ബീറ്റ് ചെയ്ത് കിട്ടും. കളറ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇനിയും കുറച്ചുകൂടെ ആഡ് ചെയ്യാം. പക്ഷേ എനിക്ക് ഈ കളറ് മതി. കാരണം സ്ട്രോബെറിയുടെ ഒരു നമ്മുടെ സ്ട്രോബെറി ഐസ്ക്രീമൊക്കെ കഴിക്കുമ്പോഴുള്ള ആ ഒരു ലൈറ്റ് ഒരു ബേബി പിങ്ക് കളറാണിത്. അപ്പോൾ എനിക്ക് ഈ ഒരു കൺസിസ്റ്റൻസി മതി. ഇനി നമുക്ക് ഇതിന് ബോർഡിലോട്ട് പ്ലേസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പം ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന ഫില്ലിങ്സ് എന്ന് വെച്ചാൽ സ്ട്രോബെറിയുടെ ക്രഷ്, അതും പിന്നെ നമ്മുടെ ഈ സ്ട്രോബെറി വിപ്പിംഗ് ക്രീമും മാത്രമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ആദ്യം ഓരോ ലെയറായിട്ട് കേക്ക് വെക്കാം. കേക്ക് ഭയങ്കര സോഫ്റ്റാണ്, അതുകൊണ്ട് പൊട്ടിപ്പോവാണ്ട് നോക്കുക നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കേക്കിൽ ഷുഗർ സിറപ്പ് ഒഴിക്കാൻ മറക്കരുത്. ഇപ്പം ഞാൻ ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്നതിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ 1/2 കിലോ കേക്കിന് ഞാനങ്ങനെ അളവൊന്നും എടുക്കാറില്ല. ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് ഒരു 2 സ്പൂൺ പഞ്ചസാരയിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തു.
ഞാൻ അധികം മധുരം യൂസ് ചെയ്യാത്ത ആളായതുകൊണ്ടും ഞാൻ ഇങ്ങനെ കേക്ക് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ മറ്റുള്ളവർക്ക് ഇപ്പോൾ വിചാരിക്കും മറ്റുള്ളവർക്ക് നല്ല മധുരം വേണമെന്ന്, പക്ഷെ അവർക്കിത് ഇഷ്ടപ്പെടാറുണ്ട്. ആരും ഇതുവരെ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല മധുരം കുറവാണെന്നൊന്നും. അപ്പോൾ നമുക്കിനി ഇതിൽ ക്രീമിൻ്റെ ഫില്ലിങ്സ് വെക്കാം. ആദ്യം ആദ്യത്തെ ലെയറിൽ നമ്മൾ ക്രീമാണ് യൂസ് ചെയ്യുന്നത്, നമ്മുടെ സ്ട്രോബെറി വിപ്പിംഗ് ക്രീം. ഇതിൻ്റെ മേലെ നമ്മളിനി ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്ട്രോബെറിയുടെ ക്രഷ് കുറച്ച് ഒഴിച്ചിട്ട് ഒന്ന് എല്ലാ സ്ഥലത്തിലോട്ടും ഒന്ന് ഈവൻ ലെയറായിട്ടൊന്ന് എത്തിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ഈ സ്ട്രോബെറിയുടെ ക്രഷ് എത്തിച്ചു കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ കേക്ക് കഴിക്കുമ്പോൾ ഒരു ഡിഫറെൻറ്റ് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ക്രീമിൻ്റെ മാത്രമല്ല, സ്ട്രോബെറിയുടെ ക്രഷിൻ്റെ കൂടെ ഡിഫറെൻറ്റ് ഫ്ലേവർ നമുക്കിതിൽ കിട്ടും. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ നടുക്ക് ഫ്രഷ് സ്ട്രോബെറി കിട്ടുമെങ്കിൽ ഫ്രഷ് സ്ട്രോബെറിയുടെ കുറച്ച് പീസസ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ചോക്ലേറ്റ് ചിപ്സ് കിട്ടുമെങ്കിൽ അതും ആഡ് ചെയ്യാം. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചെയ്യാം. നമുക്കിത് ഇനി ഇത് റിപ്പീറ്റ് ചെയ്ത് ഇതുപോലെ സ്റ്റാക്ക് ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ക്രം കോട്ട് ചെയ്യാൻ മറക്കരുത്. ഒരു 10 മിനിറ്റോളം ക്രം കോട്ട് ചെയ്യുക. ഫ്രിഡ്ജിൽ വെക്കണം. ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ മറക്കരുത്. ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുന്നത് എന്തെന്ന് വെച്ചാൽ നമുക്കിതിൻ്റെ അകത്തുള്ള മോയ്സ്ചർ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതുമല്ലാണ്ട് വിപ്പിംഗ് ക്രീം ആയത് കാരണം 10 മിനിറ്റൊക്കെ ചെയ്യണം. ബട്ടർ ക്രീമാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 5 മിനിറ്റൊക്കെ ചെയ്താൽ മതി, കാരണം ബട്ടർ ക്രീം പെട്ടെന്ന് സെറ്റ് ആവുന്നതാണ്. ഇനി നമുക്ക് ഫൈനലൈസിങ് ചെയ്യാം. ഫൈനലൈസിങ് ചെയ്യുമ്പോൾ കുറച്ച് ടൈം എടുത്തിട്ട്, ബിഗിനേഴ്സൊക്കെ കുറച്ച് ടൈം എടുത്തിട്ട് ചെയ്യണം. കാരണം സ്മൂത്ത് എഡ്ജസ് സ്മൂത്ത് സൈഡും ഷാർപ്പ് എഡ്ജസും കിട്ടാൻ കുറച്ച് പാടാണ് ഫസ്റ്റ് ടൈം ചെയ്യുന്നവർക്ക്. അപ്പോൾ ഞാനെപ്പോഴും സൈഡ് സ്മൂത്തൻ ചെയ്തിട്ടേ മേലോട്ട് പോകാറുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം സൈഡ് ചെയ്യുന്നു അത്രത്തോളം മേലോട്ട് പൊങ്ങി വരും. അപ്പോൾ നിങ്ങൾ പതുക്കെ ടൈം എടുത്തിട്ട് ചെയ്യുക. ഞാനിവിടെ എടുത്തേക്കുന്ന കളറ്, ഫ്ലവേഴ്സിന് എടുത്തേക്കുന്ന കളറ് റെഡ് കളറും പിങ്ക് കളറും പിന്നെ ഡാലിയയുടെ നോസും പിന്നെ റോസ് ടിപ്പുമാണ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ഞാനിവിടെ എഴുതാനായിട്ട് യൂസ് ചെയ്തേക്കുന്നത് വിപ്പിംഗ് ക്രീം തന്നെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ് ഗനാഷ് കൊണ്ട് എഴുതാം. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് വിപ്പിംഗ് ക്രീമും ചോക്ലേറ്റ് ഗനാഷുമാണ്. ഭയങ്കര സ്മൂത്താണ്, റണ്ണിയാണ്. നമുക്ക് ആ കർവ്സൊക്കെ നല്ല രീതിയിൽ വരും. പിന്നെ എനിക്ക് പൈപ്പിംഗ് ജെല്ല് അത്ര ഫ്രണ്ട്ലി ആയിട്ട് തോന്നിയിട്ടില്ല. യൂസർ ഫ്രണ്ട്ലി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ വിപ്പിംഗ് ക്രീം തന്നെയാണ്. വിപ്പിംഗ് ക്രീമും ചോക്ലേറ്റ് ഗനാഷും തന്നെയാണ്. പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഫ്ലവേഴ്സ് പ്ലേസ് ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങളൊരു ഡോളപ്പ് കേക്കിലും നിങ്ങളുടെ റോസ് നെയിലും പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം നിങ്ങൾക്ക് റോസ് ലിഫ്റ്റ് ചെയ്യാനായിട്ട് ഇത് ഭയങ്കര എളുപ്പമായിരിക്കും. ഞാൻ എപ്പോഴും സാധാരണ ഞാൻ റോസ് കളർ ചെയ്തിട്ടാണ് ചെയ്യാറ്. പക്ഷേ ഇപ്പോൾ ഞാൻ കളർ സ്പ്രേ ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ ഡാലിയ ചെയ്യുമ്പോൾ കുഞ്ഞു കുഞ്ഞു പെറ്റൽസ് ആദ്യം ചെയ്യാൻ ശ്രമിക്കുക, എന്നിട്ട് നിങ്ങൾ കളർ ചെയ്യുക. ഇനി നമുക്കിതിന് കുറച്ച് ലീഫ് വരച്ച് കൊടുക്കാം. ഞാനിവിടെ ലീഫ് നോസിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ ലീഫ് നോസിൽ ഇല്ലെന്ന് വെച്ചാൽ നിങ്ങളുടെ പൈപ്പിംഗ് ബാഗിൻ്റെ ടിപ്പ് ഒരു വി ഷേപ്പിൽ കട്ട് ചെയ്യുക. ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ലീഫ് നോസിൽ തയ്യാറാക്കാം. ഇനി നമുക്കിതിന് കുറച്ച് ബഡ്സും പിന്നെ കുറച്ച് വള്ളികളും വരച്ച് കൊടുക്കാം. ബഡ്സിന് വേണ്ടിയിട്ട് ആ സെയിം ഗ്രീനിൻ്റെ തന്നെ ഞാൻ കുറച്ച് വലിയ ഡോളപ്പുകൾ ഉണ്ടാക്കുകയാണ്. ഈ ഡോളപ്പിൻ്റെ നടുക്കായിട്ട് നമ്മൾ എഴുതാൻ യൂസ് ചെയ്ത യെല്ലോ വിപ്പിംഗ് ക്രീം ജസ്റ്റ് ഒന്ന് നല്ല രീതിയിൽ നല്ല പ്രഷർ കൊടുത്ത് പ്രസ് ചെയ്തിട്ട് പൊക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്കൊരു ബഡിൻ്റെ ഫോമിൽ നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഇതിന് വള്ളി വരയ്ക്കാനായിട്ട് ഞാൻ ഈ സെയിം ഗ്രീൻ തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. ആ സെയിം ഗ്രീൻ കൊണ്ട് തന്നെ ഞാൻ വള്ളി വരച്ചിട്ടുണ്ട്.
അധികം ഡെക്കറേഷൻ ഞാനിതിൽ ചെയ്തിട്ടില്ല, കുറച്ച് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഒരുപാട് ചെയ്യുമ്പോൾ കുഞ്ഞ് കേക്കല്ലേ, ചിലപ്പോൾ ചിലവർക്ക് ബോറായിട്ട് തോന്നും. അപ്പോൾ നിങ്ങളുടെ കസ്റ്റമേഴ്സിനനുസരിച്ചുള്ള ഡെക്കറേഷൻസ് നിങ്ങൾ ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുക. ചില ആൾക്കാർക്ക് സിമ്പിൾ ഡിസൈനാർക്കും ഇഷ്ടം, ചില ആൾക്കാർക്ക് ഭയങ്കര കളർഫുള്ളായിട്ടുള്ള ഡിസൈൻസൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ അവരുടെ ടേസ്റ്റിനനുസരിച്ച് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നമ്മുടെ കേക്ക് ഓവറായിട്ട് ക്രീം ചില ആൾക്കാർക്ക് ഇഷ്ടാവില്ല. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഇതിൻ്റെ മേലെ ക്രീം വെച്ച് ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ അത്രയും ക്രീം നമ്മളിതിൽ ഓവർ ലെയറായി പോവല്ലേ, അപ്പോൾ ചിലപ്പോൾ അവർക്ക് കേക്കിൻ്റെ ടേസ്റ്റ് കിട്ടുന്നുണ്ടാവില്ല. ഈ ക്രീമിൻ്റെ ടേസ്റ്റ്, ക്രീം കുറേ ആയത് കാരണം കേക്കിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അത്യാവശ്യം നിങ്ങൾ ഈവൻ ലെയറായിട്ട് ക്രീം യൂസ് ചെയ്യുക. ഇപ്പം നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.